ഇന്നലെ കുഞ്ഞിൻ്റെ ഹാൻഡ് ഇംപ്രഷൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റയിൽ 100K വ്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2-ൽ എന്ത് സംഭവിച്ചു എന്ന് കാണും മുമ്പേ ഈ വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യവും ആ സമയത്ത് നടന്ന ചില രസകരമായ കാര്യങ്ങളും എനിക്ക് പറയണമെന്ന് തോന്നി. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഏതൊരു പേരൻറ്റിനെയും പോലെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴും ഫിനാൻഷ്യലി ഡിപ്പെൻഡഡ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് മറ്റുള്ളവരോട് പൈസ ചോദിക്കാനുള്ള മടി കൊണ്ട് ഇതിലൊക്കെ എൻ്റെ പരീക്ഷണങ്ങൾ ചെയ്തു നോക്കാൻ ഞാൻ രണ്ടും കൽപ്പിച്ച് തീരുമാനിക്കാറുണ്ട്. മാത്രമല്ല മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ പൈസ കൊടുത്ത് ഓരോന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മൊമെൻറ്റ് ഓർത്ത് വയ്ക്കാനും പിന്നീട് ഓർത്ത് ചിരിക്കാനും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാനൊരു സ്കിൽഡ് പേഴ്സൺ അല്ല. ഇങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒറ്റ ടേക്കിൽ ശരിയാക്കാനും മാത്രമുള്ള കഴിവും എനിക്കില്ല. എന്നാലും എപ്പോഴത്തെയും പോലെ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാൻ തോന്നിയാൽ എനിക്കപ്പോൾ പരീക്ഷിക്കണം. അതിപ്പോൾ തോറ്റാലും ജയിച്ചാലും. നമ്മുടെ അടുക്കളയിൽ ഇരിക്കുന്ന ബീട്രൂട്ട് ഇല്ലേ, അതെടുത്ത് രണ്ടായിട്ട് മുറിച്ച് അതിലൊരു പോർഷൻ്റെ നീരെടുക്കുക. അതിലേക്ക് ഗോതമ്പ് പൊടിയോ മൈദയോ ഏതെങ്കിലും ഒന്നിട്ട് ഇളക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദേ നമ്മുടെ കളർ റെഡി ആയിട്ടുണ്ട്. പിന്നെ പ്രാക്ടീസ് കുറവായതുകൊണ്ട് കുഞ്ഞിൻ്റെ കൈയും കാലും ഒന്ന് അതിൽ മുക്കി കിട്ടാൻ കുറച്ച് പാട് വരും. ഏകദേശം 10-12 വൈറ്റ് പേപ്പറാണ് എനിക്ക് ഈ ഒരു ഇനത്തിൽ തന്നെ നഷ്ടമായിട്ടുള്ളത്. ഒടുവിൽ ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടി വരും എന്നുള്ള അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമുക്കതിൻ്റെ റിസൾട്ട് എക്സാക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കഷ്ടപ്പാടൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇതെന്തായി എന്നുള്ളതും അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ബൈ.